രാജ്യ തലസ്ഥാനത്ത് മലിനീകരണം അതിരൂക്ഷമായി തുടരുന്നു. വിഷലിപ്തമായി നുരഞ്ഞു പതഞ്ഞൊഴുകുകയാണ് യമുന നദി. ഇപ്പോൾ വിഷമയമായ അന്തരീക്ഷത്തിൽ ജനജീവിതം വളരെ ദുസ്സഹമാകുന്നുവെന്ന് ഡൽഹി റിപ്പോർട്ട്. ഒറ്റനോട്ടത്തിൽ മനോഹരമായൊരു ദൃശ്യമാണെന്ന് തോന്നും. എന്നാൽ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണിത്. ഞാനിപ്പോൾ ഉള്ളത് യമുനയിലെ ഈ കാളന്തി കുഞ്ച് എന്ന് പറയുന്ന മേഖലയിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ആ വിഷപ്പത ഇങ്ങനെ നുരഞ്ഞു പതഞ്ഞ് ഈ യമുന നദിയിലൂടെ ഒഴുകുകയാണ്. ഞാനിരിക്കുന്ന ആ ചെറിയ ഒരു വള്ളമാണ്. ആ വള്ളത്തിന്റെ മുകൾ അറ്റം വരെ ഇങ്ങനെ വിഷപ്പത നിറഞ്ഞിരിക്കുകയാണ്. അമോണിയം, ഫോസ്ഫേറ്റ് ഉൾപ്പെടെയുള്ള രാസവസ്തുക്കളുടെ ഒക്കെ സാന്നിധ്യം ഈ വെള്ളത്തിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യതലസ്ഥാനത്തെ മുഴുവൻ മാലിന്യവും വഹിച്ച് ഒഴുകുകയാണ് പുണ്യനദി യമുന. കൈക്കുമ്പിളിൽ കോരിയെടുക്കാൻ പോലും കഴിയാത്തത്ര വിഷലിപ്തം. കാളിന്തി കുഞ്ചിൽ നുരഞ്ഞു പതയുകയാണ് യമുന. വ്യാവസായിക മാലിന്യങ്ങൾ ഉൾപ്പെടെ നദിയിലേക്ക് പുറം തള്ളുന്നതാണ് ഇങ്ങനെ പതഞ്ഞു പൊങ്ങാൻ കാരണം. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഐസ് കട്ട ഈ ജലനിരപ്പിന് മുകളിൽ ഇങ്ങനെ കിടക്കുന്നത് പോലെയൊക്കെ ആയിരിക്കും തോന്നുക. പക്ഷെ നമുക്ക് ഈ അടുത്ത് വരുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വെള്ളത്തിന്റെ ഉപരിതലത്തിൽ ഇങ്ങനെ പത രൂപപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ താഴ്ഭാഗത്തിൽ വെള്ളമുണ്ട്. ആ വെള്ളത്തിനൊക്കെ ഒരു ഗന്ധമുണ്ട്, ഒരു രൂക്ഷ ഗന്ധം തന്നെയാണുള്ളത്. പക്ഷേ നമ്മുടെ ഒരു സാധാരണയുള്ള ഒരു പത അത്തരത്തിലേക്കല്ല. ഇത് ഈ രാസവസ്തുക്കൾ കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. ഒരു ജെല്ല് രൂപം പോലെയാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്വാസകോശ ചർമ്മ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വരെ അമോണിയയും ഫോസ്ഫേറ്റും അടങ്ങിയ ഈ വെളുത്ത പതകൾ കാരണമാകുമെന്നാണ് റിപ്പോർട്ട്. 10 വർഷത്തിലേറെയായി ഡൽഹി ഭരിക്കുന്ന ആം ആദ്മി സർക്കാർ മലിനീകരണം നിയന്ത്രിക്കാൻ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് ആരോപണം. हम 25 साल से यहाँ रहने वाले हैं. हम सफाई करता हूँ. ये गंदगी दिल्ली से आ रहा है. अरविंद केजरीवाल बुलाया था हम सफाई करेंगे. जमुना केजरीवाल अब तक कुछ भी नहीं किया था. बोला 1 करोड़ रुपये खर्चा हो गया, एक भी झाग नहीं है. देखिए कितना मोटा चादर पड़ा है जमुना में. इतना गंदगी फैलाया, आदमी को सांस लेने का भारी पड़ जाता है. क्या कर दे आदमी केजरीवाल नाम पार्टी ने क्या कर दिया इसकी. इतना करोड़ रुपये खर्चा करके बाद जमुना का माता सफाई नहीं हो रहा है. നിയന്ത്രണങ്ങൾ ലംഘിച്ച് ദീപാവലിക്ക് പടക്കം പൊട്ടിച്ചതും അതിർത്തി മേഖലകളിൽ കാർഷിക മാലിന്യങ്ങൾ കത്തിച്ചതുമാണ് ഇത്തവണ പ്രതിസന്ധി രൂക്ഷമാക്കിയത്. ഡൽഹി ശൈത്യകാലത്തേക്ക് അടുക്കുകയാണ്. വരും ദിവസങ്ങളിലും ഈ മലിനീകരണം അതിരൂക്ഷമായേക്കും. നിയന്ത്രിക്കാൻ ആവശ്യമായുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നാണ് ഡൽഹി നിവാസികളുടെ ആവശ്യം. ഡൽഹിയിലെ യമുന നദിയിലെ കാളിന്തി കുഞ്ചിൽ നിന്ന് ക്യാമറാമാൻ ജിതീന്ദ്രനൊപ്പം വിനീത വിജി 24.